ഡൽഹി മലയാളികൾക്ക് ഭക്തിയുടെ 27 നാളുകൾ സമ്മാനിക്കുന്ന വിഷ്ണു സഹസ്രനാമ കൊടിയർച്ചന ഉത്തരേന്ത്യയിൽ തന്നെ ഇതാദ്യമായി ഡൽഹിയിൽ നടക്കുകയാണ്. ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമ കൊടിയർച്ചനയും ലക്ഷദീപാർച്ചനയും ഒക്ടോബർ 6 മുതൽ നവംബർ 2 വരെ നടക്കുമെന്ന് ക്ഷേത്രസമിതി പ്രസിഡന്റ് ഡോക്ടർ രമേശ് നമ്പ്യാർ പറഞ്ഞു. വിഷ്ണു ഭഗവാന്റെ 1000 പുണ്യനാമങ്ങൾ സ്തോത്ര രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള വിഷ്ണു സഹസ്രനാമം 1 കോടി തവണ ജപിച്ച് പുഷ്പാർച്ചന ചെയ്യുന്നതാണ് കോടിയർച്ചനയുടെ പ്രത്യേകത. ആരംഭിക്കുന്ന ദീപജ്യോതി പ്രയാണം ഡൽഹിയിലെ വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ സമാപിക്കും. ഉത്തരേന്ത്യയിൽ ആദ്യമായാണ് കോടിയർച്ചന നടക്കുന്നതെന്നും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ഉന്നതിയും നന്മയും ലക്ഷ്യമിട്ടാണ് ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നതെന്നും ക്ഷേത്രസമിതി പ്രസിഡന്റ് ഡോക്ടർ രമേശ് നമ്പ്യാർ, വൈസ് പ്രസിഡന്റുമാരായ MV ഹരിദാസ്, CK രാമചന്ദ്രൻ, സെക്രട്ടറി C വേണുഗോപാൽ, ജോയിന്റ് സെക്രട്ടറി ബാബു നമ്പ്യാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ബാബു പണിക്കർ, K രഘുനാഥ്, K പ്രശാന്ത് കുമാർ, അനിൽകുമാർ എന്നിവർ അറിയിച്ചു. കോടിയർച്ചന നടക്കുന്ന നാളുകളിൽ ഉദയാസ്തമന പൂജ, കലശാഭിഷേകം, സൂക്ത പുഷ്പാഞ്ജലികൾ തുടങ്ങിയ വിശേഷാൽ പൂജകൾ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ മന അനുജൻ നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ നടത്തും. കോടിയർച്ചനയ്ക്കായി ക്ഷേത്രത്തോട് ചേർന്ന് പ്രത്യേക പർണശാല നിർമ്മാണം പൂർത്തിയായി. കളഭം നിറച്ച വെള്ളിക്കലശം ഓരോ ദിവസത്തെയും അർച്ചനയ്ക്കു ശേഷം പന്തീരടി പൂജാ സമയത്ത് വാദ്യഘോഷങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ എഴുന്നള്ളിച്ച് ശ്രീകോവിലെത്തി അഭിഷേകം ചെയ്യും. 27 ദിവസവും രാവിലെ 8 മണിയോടെയാണ് ഈ ചടങ്ങ് ആരംഭിക്കുന്നത്. ഈ അപൂർവമായ ആധ്യാത്മിക ചടങ്ങിലേക്ക് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഡൽഹി മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയ ബഹുമുഖ പ്രതിഭകളെ ക്ഷണിച്ചതായും സംഘാടകർ അറിയിച്ചു.